പ്രകടനങ്ങളെ അടിസ്ഥാനപരമായി ഇസ്ലാം വിലക്കിയിരിക്കുകയാണ്. ഇസ്ലാമിക രാജ്യത്താണെങ്കിലും ഇസ്ലാമികേതര രാജ്യത്താണെങ്കിലും. കാരണമെന്ത്? അതിലൊരുപാട് തോന്നിവാസങ്ങൾ ഉള്ളതുകൊണ്ടാണ്, ഒരുപാട് ഹറാമുകൾ ഉള്ളതുകൊണ്ടാണ് പ്രകടനങ്ങൾ വിലക്കപ്പെട്ടത്. നിങ്ങൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രകടനത്തെയും നിരീക്ഷിച്ച് നോക്കൂ. ഒരു മുഅ്മിനിന് പരലോകത്തെ ഭയമുള്ള, നരകാഗ്നിയെ പേടിക്കുന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതിന് ഒന്നാമത്തെ അജണ്ടയായി സ്വീകരിക്കുന്ന ഒരു മുഅ്മിനിന് എന്തെല്ലാം കാര്യങ്ങൾ അതിൽ വിഷമമുണ്ടാകും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ആണും പെണ്ണും ഇഴുകിച്ചേരുക. പ്രത്യേകിച്ചും യുവതികളെ മുന്നിൽ നിർത്തി പ്രകടനങ്ങളെല്ലാം കളറാക്കി മാറ്റുകയും അങ്ങനെ ചാനലുകൾക്ക് അതിന്റെ മുന്നിൽ ആളുകളുടെ കണ്ണുകൾ തറച്ചു നിൽക്കുന്ന ഒരു ഉത്സവമാക്കി തീർക്കുകയും ചെയ്യുക എന്നതിനപ്പുറം ലക്ഷ്യം മറന്നുപോകുന്ന പ്രകടനങ്ങളാണ് നടക്കുന്നത്. മുസ്ലിം ഉമ്മത്ത് നേതൃത്വം കൊടുത്ത് അവരുടെ കൂട്ടായ്മയിൽ വരുന്ന അത്തരം പ്രകടനങ്ങളിലും അതേപോലെ സംഗമങ്ങളിലും പ്രതിഷേധങ്ങളിലും ഇത് നടക്കുമ്പോഴാണ് എന്തിനാണ് മുസ്ലിങ്ങളുടെ വേദികളിൽ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ കയറ്റി നിർത്തുന്നത്? ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പോലീസ് അടിക്കാൻ വന്നപ്പോൾ സ്വാഭാവികമായി അതിനെ പ്രതിഷേധിക്കാൻ ഒരു പക്ഷേ പെൺകുട്ടികൾ വന്നിട്ടുണ്ടാകും. പക്ഷെ അവരെ നാടുനീളെ എഴുന്നള്ളിച്ചു കൊണ്ടു നടക്കാൻ ഇസ്ലാമിൽ എവിടെയാണുള്ളത്? അദ്ദേഹം വ്യക്തമായി പറഞ്ഞു, വഖർന ഫീ ബുയൂതികുന്ന, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വീട്ടിൽ അത് അടങ്ങി ഒതുങ്ങി നിൽക്കണമെന്നുള്ളത് ഇസ്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ വായാടികളായ പണ്ഡിതന്മാർ പെണ്ണുങ്ങളെ പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറക്കുന്ന തോന്നിവാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര കാലഘട്ടം മുമ്പാണ് പൂർവികരായ ആളുകൾ സ്ത്രീകളെ രംഗത്തിറക്കുന്നതിനെ കുറിച്ച് ഇത്രയേറെ ഗൗരവത്തോടെ പറഞ്ഞിരിക്കുന്നത്? ഹറാമുകൾ നിർബന്ധമായി തള്ളപ്പെടേണ്ടതാണ്, അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നോക്കാതെ നമുക്ക് പ്രതിഷേധങ്ങളെ സമീപിക്കാൻ പറ്റില്ല. എന്നാൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ അടിസ്ഥാനപരമായി പ്രകടനങ്ങളുടെ വിധി അത് ഹറാം എന്നുള്ളതാണ് എങ്കിൽ പോലും നമുക്ക് സമരരീതികൾ അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ പ്രതിഷേധിക്കാനും അതേപോലെ തന്നെ തങ്ങളുടെ ആവശ്യങ്ങൾ വിവിധങ്ങളായ രീതിയിൽ ഭരണാധികാരികളെയും മറ്റു അധികാരികളെയും ഒക്കെ ഉണർത്താനും അനുവാദം നൽകപ്പെട്ട രാജ്യങ്ങളിൽ നിബന്ധനകളോടുകൂടി പ്രതിഷേധം നടത്താൻ പണ്ഡിതന്മാർ അനുവാദം നൽകിയിട്ടുണ്ട്. ആ നിലക്ക് ഇങ്ങനെ പെണ്ണുങ്ങളെ എഴുന്നള്ളിക്കാത്ത, മ്യൂസിക് ഇല്ലാത്ത, ഇസ്ലാം ഹറാമാക്കിയ തെറിയുടെ വാക്യങ്ങൾ മുദ്രാവാക്യങ്ങളിൽ കൊണ്ടുവരാത്ത മര്യാദയുള്ള ഒരുപാട് പ്രകടനങ്ങൾ അതും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ നടന്നു കഴിഞ്ഞു. അത്തരം സമരങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങളെ ബഹുജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അധികാരികളുടെ കണ്ണു തുറപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി അത്തരം സമരങ്ങളെ പിന്തുണക്കുന്നതോ അതിൽ പങ്കാളികളാകുന്നതോ ഒരിക്കലും വിലക്കപ്പെട്ട കാര്യമാണ് എന്ന് പറയാൻ കഴിയില്ല. പ്രതിഷേധത്തിന്റെ ചില മാർഗങ്ങളെ സഹനത്തിന്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇസ്ലാം അനുവദിച്ചതിനും ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു സംഭവം ഞാൻ സൂചിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു സഹാബി വന്നു. അദ്ദേഹം തന്റെ അയൽക്കാരനെ കുറിച്ച് പരാതി പറഞ്ഞു. എന്റെ വീട്ടിൽ അദ്ദേഹം എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, എന്റെ വീടിന്റെ വഴിയിൽ അയാൾ പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ജാഅ റജുലുൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യശ്കു ജാറഹു, തന്റെ അയൽവാസിയെ കുറിച്ച് ഒരുപാട് പരാതികൾ പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ഹബ് ഫസ്ബിർ, ഇപ്പൊ നീ തിരിച്ചു പോ, നീ ക്ഷമ പാലിക്കും. അങ്ങനെ അദ്ദേഹം തിരിച്ചുപോയി. അദ്ദേഹം ക്ഷമ പാലിക്കാൻ തീരുമാനിച്ചു. ഫഅതാഹു മർറതൈനി ഔ സലാസൻ, അങ്ങനെ 2 or 3 പ്രാവശ്യം ആ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ വന്നു. എന്നിട്ട് റസൂലോട് പറഞ്ഞു, എന്റെ അയൽവാസി എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു, എന്നെ എന്റെ വീട്ടിൽ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, ഞാൻ ഇവിടുന്ന് പോകണം എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ 2 or 3 തവണയും റസൂൽ പറഞ്ഞ മറുപടി ഇങ്ങനെ തന്നെയാണ്, നീ തിരിച്ചു പോവുക, നീ ഇനിയും ക്ഷമ പാലിക്കുക. പക്ഷേ അദ്ദേഹത്തിന് വീണ്ടും ദ്രോഹങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പോൾ ഫഖാല ഇദ്ഹബ് ഫതറഹ മതാഅക ഫിത്തരീഖ്, അദ്ദേഹത്തോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം, നീ വീട്ടിൽ പോയിട്ട് നിന്റെ വീട്ടിലെ വസ്തുക്കളൊക്കെ എടുത്ത് വഴിയിലേക്കിട്. അങ്ങനെ കട്ടിലും പാത്രങ്ങളും വീട്ടിലുള്ള വസ്തുക്കളുമെല്ലാം ആ മനുഷ്യനെടുത്ത് പുറത്തേക്കിട്ടു. അതെല്ലാം എടുത്തു ഫതറഹ മതാഅഹു ഫിത്തരീഖ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം അനുസരിച്ച് തന്റെ വീട്ടിനകത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വസ്തുക്കളൊക്കെ അയാൾ വഴിയോരത്തേക്ക് എടുത്തു, ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിലേക്ക് എടുത്തിട്ടു. അപ്പൊ ഫജഅലൻ നാസു യസ്അലൂനഹു, അതുവഴി കടന്നു വരുന്ന ആളുകളൊക്കെ അയാളോട് ചോദിക്കും, ഇതെന്താ നീ ചെയ്തിരിക്കുന്നത്? ഫയുഖ്ബിറുഹും ഖിബ്റ, അപ്പൊ അദ്ദേഹം വാർത്ത പറഞ്ഞു കൊടുക്കും, എന്നെ ഇയാൾ ദ്രോഹിക്കുന്നു, ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയപ്പോ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. അപ്പൊ അത് കേട്ടിട്ട് അയൽവാസിയുടെ ദ്രോഹത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ആളുകൾ ആ മനുഷ്യനെ ശപിക്കാൻ തുടങ്ങി. ഫജഅലൻ നാസു യൽഅനൂനഹു, ദ്രോഹിയെ ശപിക്കാൻ തുടങ്ങി. ആളുകൾക്ക് കാര്യം മനസ്സിലായി. വീട്ടിലിരുന്ന് ഓരോരുത്തരോട് പലരോടും തന്റെ ആവശ്യങ്ങൾ പറഞ്ഞപ്പോൾ ആരുടെയും മനസ്സിൽ അത് ചെവിക്കൊണ്ടില്ല. അദ്ദേഹം ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്തപ്പോൾ എല്ലാവരുടെ മനസ്സിലും വിഷയം പതിഞ്ഞു. ആ വിഷയം പതിഞ്ഞപ്പോൾ അക്രമിയെ അവർ ശപിക്കാൻ തുടങ്ങി. അങ്ങനെ ഫഅല അല്ലാഹു ബിഹി വഫഅൽ ഫജാഅ ഇലൈഹി ജാറുഹു ഫഖാല ലഹു ഇർജി ഇലാ തറാ മിന്നി ശൈഅൻ തക്റഹുഹു. അങ്ങനെ ആ മനുഷ്യൻ ഇറങ്ങി വന്നു. അല്ലാഹു ഈ ഒരു പ്രവർത്തനം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ച് നടന്നു?
അങ്ങനെ അയാൾ അവസാനം വന്നിട്ട് എല്ലാവരും അയാളെ ശപിക്കുന്ന വിവരം അയാളുടെ കാതിലെത്തി. അയാൾ അവസാനം വഴിയിൽ ഇറങ്ങി നിൽക്കുന്നവർ, നീ സാധനമൊക്കെ എടുത്ത് വീട്ടിന്റെ അകത്തേക്ക് തന്നെ വെക്ക്. ആളുകളൊക്കെ എന്നെ കുറ്റം പറഞ്ഞിട്ടാ പോകുന്നത്, ഞാൻ കാരണമാണ് നീ പണിയെടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇനി മേലാൽ നിന്നെ ഞാൻ ദ്രോഹിക്കുകയില്ല, അതുകൊണ്ട് നീ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിനകത്തേക്ക് പ്രതിഷേധിക്കല്ലേ. അപ്പൊ ഇത്തരം പ്രതിഷേധങ്ങൾ ചില ഘട്ടങ്ങളിൽ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചത് അബൂദാവൂദിന്റെ സുനനിൽ സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ട സംഭവമാണ്. അപ്പോൾ ന്യായമായ പ്രതിഷേധങ്ങൾക്ക് വിലക്കില്ല. ഇവിടെ പെണ്ണിനെ എഴുന്നള്ളിച്ചിട്ടില്ല, റോഡിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് വരാൻ പാടില്ലാത്ത തെറിവാക്യങ്ങൾ മുദ്രാവാക്യങ്ങളായി വന്നിട്ടില്ല. അതേപോലെ പിശാചിന്റെ സ്വരമായ സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ഇതിനുവേണ്ടി ഏതെങ്കിലും നമസ്കാരങ്ങളെ അവഗണിച്ചിട്ടില്ല. ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു നിയമത്തെ രണ്ടാം സ്ഥാനത്തേക്ക് നമുക്കിപ്പോൾ അല്ലാഹു അക്ബർ അല്ല വേണ്ടത്, ഇന്ത്യ രാജ്യത്തിന്റെ ഒറ്റക്കെട്ടാണ് എന്ന ചിന്തയാണ് വേണ്ടത് എന്ന് പറയേണ്ട എന്ത് അനിവാര്യതയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്? നമ്മുടെ ഒരു അവകാശത്തിന്റെ ന്യായം ബോധ്യപ്പെടുത്താൻ വേണ്ടി അല്ലാഹു അക്ബർ എന്ന ഉന്നതമായ കലിമത്തിനെ രണ്ടാം സ്ഥാനത്തേക്ക് താഴ്ത്തി വെക്കേണ്ട എന്താവശ്യമാണുള്ളത്? എവിടെയാണ് നമുക്ക് അല്ലാഹു അക്ബർ ഒന്നാമതല്ലാതിരിക്കേണ്ടത്? എല്ലായിടത്തും അല്ലാഹു അക്ബർ. ദുനിയാവിന്റെ ഒരു ആവശ്യത്തിനു വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയാലും നമ്മുടെ ഒന്നാമത്തെ അജണ്ട അല്ലാഹു അക്ബർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പല ആളുകളും ഇപ്പോൾ നമ്മൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കേണ്ട സമയമല്ല, ഇപ്പോൾ പെണ്ണിന് പുറത്തിറങ്ങാൻ പറ്റുമോ ഇല്ലേ എന്ന് നോക്കേണ്ട സമയമല്ല, നമ്മുടെ നാടിന്റെ ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തേണ്ട സമയമാണ്. എന്തിനാണ് നമ്മുടെ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്താൻ പെണ്ണിനെ പൊതുജനങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കേണ്ട എന്ത് അനിവാര്യ സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്? അപ്പൊ ആളുകൾ ഇതിനിടയിലൂടെ വേറെ ഒരു കച്ചവടം നടത്തുന്നുണ്ട്. ദീനിനെ പരിഹസിക്കാനും പുച്ഛിക്കാനും ദീനിന്റെ നിയമങ്ങളെ ഇഷ്ടമില്ലാതെ ജീവിക്കുന്ന ആളുകൾ തങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ ഇതിനിടയിലൂടെ കയറി വരുന്നു. എന്നിട്ട് സ്വഹാബത്തിന്റെ പേരിൽ കള്ളം പറയുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയാണ് പോലും ജമൽ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്, പച്ചക്കള്ളമാണ്. അതേപോലെ സ്വഹാബ വനിതകൾ ധീരമായി മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം കൊടുത്ത് യുദ്ധം നടത്തിയിട്ടുണ്ട് പോലും. കളവുകൾ ചരിത്രമറിയാത്തവർ അവിടെ നിന്നും ഇവിടെ നിന്നും എന്തെങ്കിലും കേട്ട് സയനിസ്റ്റുകളും അതേപോലെ തന്നെ യഹൂദികളും പടച്ചുവിട്ടിട്ടുള്ള കള്ളച്ചരിത്രങ്ങളുടെ വിവരണങ്ങൾ ഏറ്റെടുത്ത് അതിന്റെ യാഥാർത്ഥ്യം പഠിക്കാതെ തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിലെ പൂർവികരായ സ്ത്രീകളെല്ലാം ആണുങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആണുങ്ങളെ പടനയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് എന്ന കളവുകൾ പ്രചരിപ്പിച്ച് ഇസ്ലാം സമുദായത്തിൽ മുന്നിൽ വെച്ചിട്ടുള്ള പവിത്രതയെ കളങ്കപ്പെടുത്തുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് സൂക്ഷിക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കലും യുദ്ധം ചെയ്യാൻ വന്ന്, ഞാൻ ആ വിഷയം വിശദീകരിക്കേണ്ട സമയമല്ല, യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ടിട്ടുമില്ല. ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു അടുത്ത ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ അദ്ദേഹത്തിന്റെ ഘാതകർക്കെതിരെ നടപടിയെടുക്കുന്ന വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ വന്ന് സ്വഹാബികൾക്കിടയിൽ ഒരു വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ വന്നപ്പോൾ മസ്ലഹത്തുണ്ടാക്കണം, തന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ മസ്ലഹത്തുണ്ടാകുമെന്ന സതുദ്ദേശത്തോടുകൂടി കടന്നു വരിക മാത്രമേ ആയിഷ ബീവി ചെയ്തിട്ടുള്ളൂ. അവർ പട നയിച്ചിട്ടില്ല. പക്ഷേ ഷിയാക്കളുടെ ചരിത്രങ്ങൾ, സയനിസ്റ്റുകളുടെ ചരിത്രങ്ങൾ ആ രൂപത്തിൽ അതിനെ വളച്ചൊടിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. ഇൻഷാ അല്ലാഹ് അത്തരം കാര്യങ്ങളുടെ നിജസ്ഥിതി നമ്മൾ വേറെ തന്നെ പഠിക്കേണ്ടതാണ്. അതുതന്നെയാണ് ഇനി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കഥകൾ അടിസ്ഥാനമില്ലാത്തവ. നന്നെ ചുരുങ്ങിയത് പണ്ഡിതന്മാരോട് ആലോചിക്കേണ്ടതല്ലേ, ചോദിച്ചു മനസ്സിലാക്കേണ്ടതല്ലേ? ഇനി അതിരിക്കട്ടെ, ഇത്തരം തോന്നിവാസങ്ങളിലൂടെ അധർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുകയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യേണ്ട ബാധ്യത നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാർക്കുള്ളതല്ലേ? അതവർ നിർവഹിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ള സമരങ്ങളിൽ നമ്മുടെ രാജ്യം പോലുള്ള രാജ്യങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരിക്കലും അനുവദനീയമല്ലാത്ത ഒരു കാര്യമാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിന്റെ പേരിൽ ഇസ്ലാമിന്റെ ഇസ്സത്ത് താഴോട്ട് വെക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും കടന്നു വരരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടുള്ള കരാർ നമ്മൾ പൂർത്തീകരിക്കുന്നിടത്തോളം നമ്മളോടുള്ള കരാർ അവൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അറിഞ്ഞുകൊള്ളണം, തീർച്ചയായും അള്ളാഹുവിന്റെ സഹായം അത് സമീപസ്ഥമാണ്, യാതൊരു സംശയവുമില്ലാത്ത സംഗതിയാണ്. ആ ഒരു ഉറപ്പോടുകൂടി നമ്മൾ നേരിട്ടാൽ ശത്രുക്കൾ എണ്ണത്തിൽ എത്രമാത്രം പെരുക്കമുള്ളവരാണെങ്കിലും അവരുടെ കയ്യിൽ എത്രമാത്രം ആയുധമുണ്ടെങ്കിലും അവരെത്രമാത്രം അധികാരത്തിന്റെ പിൻബലമുള്ളവരാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു നമുക്കൊരു ഖൈർ ഉദ്ദേശിച്ചാൽ ലോകം മുഴുവൻ നമുക്കെതിരെ തിരിഞ്ഞാലും അല്ലാഹു ഉദ്ദേശിച്ചത് മാത്രമേ നടപ്പാവുകയുള്ളൂ. നമ്മൾ നിരന്തരമായി അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത
വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അതുകൊണ്ട് ഏതു വലിയ സമരത്തിന്റെ ഘട്ടത്തിൽ വന്നാലും അല്ലാഹു അക്ബർ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുദ്രാവാക്യം. അത് മനസ്സിൽ നിന്ന് ഒരിക്കലും പതറിപ്പോകാതെ നിലനിർത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കട്ടെ.